നമസ്കാരം. എല്ലാവർക്കും വേ ടു സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ HSC ഫിസിക്കൽ സയൻസിൻ്റെ കോച്ചിങ്ങിലാണല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലന നിയമങ്ങൾ എന്ന പാഠമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് അഥവാ സഫല ബലം അഥവാ പരിണിത ബലം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലത്തിനെയാണ് നമ്മൾ സഫല ബലം അഥവാ പരിണിത ബലം, റിസൾട്ടൻ്റ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് റിസൾട്ടൻ്റ് ഫോഴ്സ്? ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലം, റിസൾട്ടൻ്റ് ഫോഴ്സിനെയാണ് നമ്മളതെന്ന് പറയുന്നത് സഫല ബലം അഥവാ പരിണിത ബലം എന്നൊക്കെ പറയുന്നത്. ഒരു വസ്തുവിൽ കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ ബലവും പടിഞ്ഞാറ് ദിശയിൽ 150 ന്യൂട്ടൺ ബലവും പ്രയോഗിച്ചാൽ പരിണിത ബലം എത്രയായിരിക്കും? രണ്ട് ഫോഴ്സും എതിർ ദിശയിലാണ് പ്രയോഗിക്കുന്നത് അല്ലേ. ഒരു ബലം കൂടുതലും ഒരു ബലം കുറവുമാണ്. അപ്പം എതിർ ദിശയിലായതുകൊണ്ട് തന്നെ ഒന്നിനെ നമുക്ക് പോസിറ്റീവ് എന്നും എടുക്കാം, മറ്റേതിനെ നമുക്ക് നെഗറ്റീവ് എന്നും എടുക്കാം. നേരെ തിരിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കിഴക്കോട്ടുള്ള ബലത്തെ പോസിറ്റീവായിട്ടും പരിഗണിക്കാം, പടിഞ്ഞാറോട്ടുള്ള ബലത്തെ നമുക്ക് നെഗറ്റീവായിട്ടും പരിഗണിക്കാം. അപ്പോൾ നമുക്ക് പരിണിത ബലം എന്നു കിട്ടും 100 ന്യൂട്ടൺ പ്ലസ് മൈനസ് ഓഫ് 150 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് -50 ന്യൂട്ടൺ എന്ന് കിട്ടും. കിഴക്കോട്ടുള്ള ബലമാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തത്, പടിഞ്ഞാറോട്ടുള്ള ബലം നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുത്തത്. നമുക്ക് റിസൾട്ടൻ്റ് ഫോഴ്സിൽ നെഗറ്റീവാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയാണ്. ഇനി എന്താണ് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും എന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 ആണെങ്കിൽ, അപ്പോൾ നമ്മൾ നേരത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും കൊടുക്കുന്ന ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കൊടുക്കുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് തുല്യമാണെങ്കിൽ, അപ്പോൾ നേരത്തെ നമ്മൾ 100 ന്യൂട്ടണും 150 ന്യൂട്ടണൊന്നും കണ്ടെടുത്ത് ഇവിടെ രണ്ടും എതിർ ദിശയിൽ കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത് രണ്ട് ബലവും 100 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ്, പരിണിത ബലം, സഫല ബലം എന്നൊക്കെ പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ അഥവാ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ കഴിയില്ല. അപ്പോൾ എന്താണ് ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ പ്രത്യേകത? ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താൻ കഴിയില്ല. ഇനി എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ നമുക്ക് അസന്തുലിത ബലങ്ങൾ അഥവാ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ചെയ്തു. കിഴക്കോട്ട് 100 ന്യൂട്ടണും എതിർ ദിശയിൽ പടിഞ്ഞോട്ട് 150 ന്യൂട്ടണും പ്രയോഗിക്കുന്ന ഘട്ടം എടുത്തപ്പോൾ നമുക്ക് 50 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ അത് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനും കഴിയും. ഇങ്ങനെയുള്ള ബലത്തെയാണ് നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ അസന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 2-3 ടേമുകൾ പറഞ്ഞു അല്ലേ. റിസൾട്ടൻ്റ് ഫോഴ്സിന് സഫല ബലം അല്ലെങ്കിൽ പരിണിത ബലം എന്ന് പറഞ്ഞു, സന്തുലിത ബലം ബാലൻസ്ഡ് ഫോഴ്സ്, അസന്തുലിത ബലം അൺബാലൻസ്ഡ് ഫോഴ്സ്. മലയാളത്തിൽ തന്നെ ടേമുകൾ തന്നെയും പിന്നെയും പറഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വസ്തുവിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ കഴിയും. ഈ മാറ്റം അസന്തുലിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും. ഇപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന അസന്തുലിത ബലം ഏത് ഡയറക്ഷനിലാണോ കൂടുതൽ ആ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ 100 ന്യൂട്ടൺ ഫോഴ്സ് കിഴക്കോട്ടും 150 ന്യൂട്ടൺ ഫോഴ്സ് പടിഞ്ഞോട്ടും കൊടുക്കുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ പടിഞ്ഞോട്ടുള്ളത് എതിർ ദിശയാണെന്ന് കാണിക്കാൻ നമ്മളൊരു മൈനസ് സൈനോടെ ഇൻഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയത് -50 ന്യൂട്ടൺ എന്നാണ് നമുക്ക് സഫല ബലം, പരിണിത ബലം അഥവാ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയത്. അതായത് ആ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പടിഞ്ഞാറോട്ടുള്ള ഡയറക്ഷനെയാണ് അല്ലേ. അപ്പോൾ ആ 150 എന്നുള്ള ന്യൂട്ടൺ ഫോഴ്സ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഏത് ദിശയിലാണോ ഫോഴ്സ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ആ ദിശയിലായിരിക്കും ആ വസ്തു മൂവ് ചെയ്യുന്നത്.
ഇവിടെ ഗലീലിയോയുടെ നിരീക്ഷണങ്ങളാണ് തന്നിരിക്കുന്നത്. 4 ഫിഗറിലായിട്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ചെരിവാണ് അല്ലേ, അതിലൂടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മളൊരു ബോൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അനുവദിക്കുകയാണ്. ആ ബോൾ എന്ത് ചെയ്യും, സി വരെ പോയിട്ട് തിരിച്ചു വരും. അതുപോലെ ഇനി നെക്സ്റ്റ് ഫിഗറിൽ നോക്കിയാലോ, ചെരിവ് ഇച്ചിരിയും കൂടെ നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പോഴും എയിൽ നിന്ന് ബോൾ നമ്മൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ അത് സി വരെ പോയിട്ട് തിരിച്ചു വരും. വീണ്ടും നമ്മൾ ആ ചെരിവ് കുറച്ചും കൂടെ കുറയ്ക്കുകയാണ്. അപ്പോൾ വീണ്ടും ബോൾ എന്ത് ചെയ്യും, എയിൽ നിന്ന് സി വരെ പോകും. ഇനി നമ്മൾ ആ ചെരിവൊക്കെ മാറ്റിയിട്ടൊരു ഫ്ലാറ്റ് സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് കരുതുക. ബോൾ നമ്മൾ ഉരുട്ടി വിട്ടാൽ ബോളിലേക്ക് പ്രയോഗിക്കപ്പെട്ട ബലത്തിൻ്റെ ദിശ ഏതാണോ ആ ദിശയിൽ ആ ബോൾ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിൻ്റെ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖാചലനം നിലനിർത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഈ ഗലീലിയോയുടെ എക്സ്പെരിമെൻറ്റ്സിൽ 4 ഫിഗർ നമ്മൾ കണ്ടു. അതിൽ 3 എണ്ണത്തിലും ആദ്യമേ ആ ബോൾ റിലീസ് ചെയ്ത ഹൈറ്റ് ഏതായിരുന്നോ അത്രയും ഹൈറ്റിൽ വരെ എതിർദിശയിൽ ആ ബോൾ മൂവ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷേ ലാസ്റ്റ് ഫിഗറിൽ ആ ബോൾ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് സർഫസ് ആണ് അല്ലേ. ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് സ്ലോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ 4ാമത്തെ ഫിഗറിൽ ഫ്ലാറ്റ് സർഫസ് ആയിരുന്നു. അപ്പോൾ ആ ബോൾ റിലീസ് ചെയ്തു, വേറെ ബാഹ്യബലങ്ങളൊന്നും അതിൽ എക്സേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ബോൾ എന്ത് ചെയ്യും, ആ സെയിം ഡയറക്ഷനിൽ തന്നെ, ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമത്തിലേക്ക് കടക്കാം. അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. അതായത് അസന്തുലിതമായ ഒരു ബാഹ്യബലം അനുഭവപ്പെടുന്നത് വരെ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയിൽ, ചലനമാണെന്നുണ്ടെങ്കിൽ നേർരേഖയിലൂടെയുള്ള സമചലനത്തിലാണെങ്കിൽ അങ്ങനെ ആ അവസ്ഥയിൽ, അപ്പോൾ ഏത് അവസ്ഥയിലാണോ ആ ഒരു വസ്തു നിലനിൽക്കുന്നത്, ഒരു അസന്തുലിതമായ ബാഹ്യബലം ആ വസ്തുവിൽ അനുഭവപ്പെടുന്നത് വരെ അത് അതിൻ്റെ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. 1ാം ചലന നിയമം ബലം, ജഡത്വം എന്നീ ഭൗതിക അളവുകളെ നിർവചിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ബലം, ജഡത്വം, ഫോഴ്സ്, ഇനേർഷ്യ എന്ന 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നിർവചിക്കാനായിട്ട് സഹായിക്കുന്ന ലോയാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ലോ ഓഫ് ഇനേർഷ്യ, ജഡത്വ നിയമം എന്നും കൂടെ അത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ബലം? ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ വേണ്ടി ആ വസ്തുവിൽ പ്രയോഗിക്കേണ്ടത് എന്താണോ അതാണ് ബലം അഥവാ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇനേർഷ്യ? ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം അഥവാ ഇനേർഷ്യ എന്ന് പറയുന്നത്. 2 തരമുണ്ട് ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷനും. അതായത് നിശ്ചല ജഡത്വം, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ചലന ജഡത്വം, ഇനേർഷ്യ ഓഫ് മോഷൻ. ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണ് നിശ്ചല ജഡത്വം അഥവാ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൻ്റെ സീറ്റിൽ നമ്മൾ ഇരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ബസ്സും റെസ്റ്റിലാണ്, നമ്മുടെ ബോഡിയും റെസ്റ്റിലാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ബസ് മുന്നോട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയും ആ ബസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് മുന്നോട്ട് മൂവ് ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മുടെ ബോഡി മുന്നോട്ട് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇത്രയും നേരം റെസ്റ്റിലിരുന്ന പൊസിഷനിൽ തന്നെ, ഇത്രയും നേരം അത് ഏത് പൊസിഷനിലായിരുന്നോ ആ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മുടെ ബോഡി ആഗ്രഹിക്കുന്നത്. അപ്പോൾ റെസ്റ്റിലിരുന്ന ബോഡിക്ക് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ആഗ്രഹം. അതുകൊണ്ടാണ് മുന്നോട്ട് ബസ് എടുക്കുമ്പോൾ നമ്മളൊന്ന് പുറകോട്ട് ചായുന്നത്. മറ്റൊരു ഉദാഹരണമാണ്, നമ്മൾ തടുക്കൊക്കെ തല്ലിക്കുടയുന്ന സമയത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതിലുള്ള ഡസ്റ്റൊക്കെ അങ്ങനെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് അല്ലേ, റെസ്റ്റിലിരിക്കുകയാണ് ആ തടുക്കിൻ്റെ മുകളിൽ. അപ്പോൾ അതിന് ആ റെസ്റ്റ് പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ആഗ്രഹം. നമ്മൾ ഈ തടുക്കയിലിട്ട് തട്ടുമ്പോൾ തടുക്ക് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് തടുക്കിൽ നിന്ന് താഴേക്ക് വീഴും നമുക്ക് കാണാം. കാരണം ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് തടുക്കിനോടൊപ്പം തന്നെ പുറകോട്ട് മൂവ് ചെയ്യാൻ അത് ആഗ്രഹിക്കുന്നില്ല. അത് ഏത് പൊസിഷനിലായിരുന്നു നിന്നിരുന്നത് അതേ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അത് ആഗ്രഹിക്കുന്നത്, റെസ്റ്റ് പൊസിഷനിൽ. അപ്പോൾ തടുക്ക് ബാക്കിലേക്ക് മൂവ് ചെയ്യും, പക്ഷേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, നേരെ താഴെ വീഴും. അടുത്തതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ അഥവാ ചലന ജഡത്വം എന്ന് പറയുന്നത്.
സമചലനത്തിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണ് ചലന ജഡത്വം അഥവാ ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ ഫ്ലോറിലൂടെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന മിനുസമുള്ളൊരു തറയിലൂടെ ഉരുണ്ടുകൊണ്ടിരിക്കുന്നൊരു ബോളാണെങ്കിൽ അത് അതേ ഡയറക്ഷനിൽ തന്നെ അതിങ്ങനെ ഒരുപാട് നേരം അങ്ങ് ഉരുണ്ടുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ കൊടുത്തെങ്കിൽ മാത്രമേ അതിനെ നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് അതിൻ്റെ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ തന്നെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ അകത്ത്, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ അകത്തിരിക്കുന്ന യാത്രക്കാർ ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ എന്ത് പറ്റും? മുന്നോട്ടൊന്ന് ആയും. കാരണം ബസ്സും ചലനാവസ്ഥയിലാണ്, നമ്മുടെ ശരീരവും ബസ്സിനോടൊപ്പം തന്നെ ചലനാവസ്ഥയിലാണ്. അപ്പോൾ ഏത് പൊസിഷനിലാണോ നമ്മുടെ ബോഡി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ബോഡി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബസ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡിയും ബസ്സിനോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് ആ ഒരു മാറ്റത്തിനെ അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിന് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാനുള്ള പ്രവണതയായിരിക്കും അത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബസ് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് മുന്നോട്ടായുന്നത്. കുറച്ച് ഉദാഹരണങ്ങളൂടെ നോക്കാം. ഒഴിഞ്ഞ ടാർ വീപ്പയ്ക്കാണോ അതോ ടാർ നിറച്ച വീപ്പയ്ക്കാണോ ജഡത്വം കൂടുതൽ? മാസ് ഏതിനാണോ കൂടുതൽ അവിടെ ആയിരിക്കും ജഡത്വം കൂടുക. അപ്പോൾ ഒഴിഞ്ഞ വീപ്പയേക്കാൾ ഭാരം കൂടുതൽ ടാർ നിറച്ച വീപ്പയ്ക്കായിരിക്കും, അവിടെയാണ് ജഡത്വം കൂടുതൽ. ഇനി ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ വളഞ്ഞു തിരിഞ്ഞ് ഓടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതും ആനയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. കാരണം ആനയ്ക്ക് മാസ് കൂടുതലാണ്. പെട്ടെന്ന് നമ്മൾ ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞെന്നാൽ, ഓടുന്നതിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ ആനയ്ക്ക് അതിനനുസരിച്ച് ഡയറക്ഷൻ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ മാസ്സാണ്. മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് മൊമെൻറ്റം എന്ന് നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് അതിൻ്റെ മൊമെൻറ്റം. അതായത് മൊമെൻറ്റത്തിനെ നമുക്ക് പി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പി =m×v എന്ന് എഴുതാം. മൊമെൻറ്റം ഒരു സദിശ അളവാണ്, അതായത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എങ്ങോട്ടാണ് ഇതിന് ഡയറക്ഷനും മൊമെൻറ്റവും ഉണ്ടെന്നതിൻ്റെ അർത്ഥം. അപ്പം ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വെലോസിറ്റിയുടെ പ്രവേഗത്തിൻ്റെ ഡയറക്ഷൻ ഏത് ദിശയിലാണോ ആ ദിശയിൽ തന്നെ ആയിരിക്കും മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. അടുത്ത ടോപ്പിക്കാണ് മൊമെൻ്റ വ്യത്യാസ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അത് തന്നെയാണ് എന്ത്? മൊമെൻറ്റം ആണ് ആക്കം അല്ലേ, ആക്ക വ്യത്യാസ നിരക്ക്. ഇപ്പോൾ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് നോക്കാം. 20 കിലോഗ്രാം മാസുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ 5 സെക്കൻഡ് സമയത്തേക്ക് ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം 30 മീറ്റർ/സെക്കൻഡ് ആയി മാറിയെങ്കിൽ വസ്തുവിൻ്റെ മൊമെൻ്റ വ്യത്യാസം കണക്കാക്കുക. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ നോക്കിയേ. മാസ് പറഞ്ഞിരിക്കുന്നത് 20 കിലോഗ്രാം ആണ്. 20 കിലോഗ്രാം മാസുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ, അപ്പോൾ തുടക്കത്തിൽ ആ വസ്തുവിൻ്റെ സ്റ്റേറ്റ് എന്താണ്? നിശ്ചലാവസ്ഥയിലാണ്, അത് റെസ്റ്റിലാണ് ഇരിക്കുന്നത് അല്ലേ. പിന്നീട് 5 സെക്കൻഡ് സമയത്തേക്കാണ് അതിലേക്ക് ഫോഴ്സ് പ്രയോഗിച്ചത്. അപ്പോഴതിൻ്റെ പ്രവേഗം എന്തായിട്ട് മാറി? 30 മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറി. അപ്പോൾ വസ്തുവിന് മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മാസ് എപ്പോഴും 20 കിലോഗ്രാം തന്നെയാണ്. പക്ഷേ തുടക്കത്തിലെ വസ്തു നിശ്ചലാവസ്ഥയിലായിരുന്നു, പിന്നീടാണ് അതിന് വെലോസിറ്റി കിട്ടിയത്. അപ്പം നമ്മൾ ആദ്യ മൊമെൻറ്റം, ഓക്കെ, ഫസ്റ്റ് ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് mu, വെലോസിറ്റി u ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആണെന്ന് കാണിക്കാൻ. അപ്പോൾ 20 കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റി 0 ആണല്ലോ, റെസ്റ്റിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് 0 എന്ന് ഉത്തരം കിട്ടും. ഇനി അന്ത്യ മൊമെൻറ്റം എന്ന് പറയുന്നത്, അവസാനത്തെ ആക്കം എന്ന് പറയുന്നത് mv ആണ്. അതായത് 20 കിലോഗ്രാം ഇൻറ്റു അപ്പോഴത്തെ വെലോസിറ്റി 30 മീറ്റർ/സെക്കൻഡ് കൊടുക്കുക, നമുക്ക് 600 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇനി മൊമെൻ്റ വ്യത്യാസം അഥവാ ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ആണ്. അതായത് mv മൈനസ് mu എന്ന് വരും. അതായത് 600 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് മൈനസ് തുടക്കത്തിൽ 0 ആയിരുന്നല്ലോ, അപ്പോൾ നമുക്ക് 600 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ മൊമെൻ്റ വ്യത്യാസം നമ്മളോട് ചോദിച്ചു, മൊമെൻ്റ വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മൊമെൻ്റ വ്യത്യാസ നിരക്ക്, ആക്ക വ്യത്യാസ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റ വ്യത്യാസം ബൈ ടൈം അല്ലേ, ഒരു യൂണിറ്റ് ടൈമിലുള്ള മൊമെൻറ്റത്തിൻ്റെ വ്യത്യാസമാണ് മൊമെൻ്റ വ്യത്യാസ നിരക്കെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 5 സെക്കൻഡ് സമയത്തെ മൊമെൻ്റ വ്യത്യാസ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 600 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ഡിവൈഡ് ബൈ 5 സെക്കൻഡ്, നമുക്ക് 120 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ യൂണിറ്റും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ആക്കത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി ആണല്ലോ അതിൻ്റെ ഫോമുല. അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും വെലോസിറ്റിയുടേത് മീറ്റർ/സെക്കൻഡും. അങ്ങനെ കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ആണ് ആക്കം, മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മൊമെൻ്റ വ്യത്യാസ നിരക്ക്, ആക്ക വ്യത്യാസ നിരക്കിൻ്റെ യൂണിറ്റ് പറയുമ്പോൾ അവിടെ ഒരു ഡിവൈഡഡ് ബൈ ടൈം അല്ലേ, സെക്കൻഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് ആക്ക വ്യത്യാസ നിരക്കിൻ്റെ യൂണിറ്റ്.
ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 200 ഗ്രാം മാസുള്ള ഒരു ഹോക്കി ബോൾ 10 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ ഹോക്കി സ്റ്റിക്കിൽ നിന്ന് തട്ടുന്നു. ഇത് അതേ വേഗത്തിൽ അതേ പാതയിൽ തന്നെ തിരിച്ചു പോയാലുള്ള ആക്ക വ്യത്യാസം കണക്കാക്കുക. അപ്പോൾ മാസ് 200 ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അത് കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ 0.2 കിലോഗ്രാം വരും. ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 10 മീറ്റർ/സെക്കൻഡും v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് -10 മീറ്റർ/സെക്കൻഡ് എന്ന് എടുക്കാം, കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 2 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഫൈനൽ മൊമെൻറ്റം mv എന്ന് പറയുന്നത് -2 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ആണ്. അതായത് -2 -2 which is equal to -4 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും. അടുത്തത് റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ആണ്. നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഗൺ എന്ത് ചെയ്യും, കുറച്ച് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബുള്ളറ്റിൻ്റെ മാസ് വെലോസിറ്റി സ്മോൾ ലെറ്റർ എമ്മും വിയും ആണ്. ഗണ്ണിൻ്റെ മാസ് വെലോസിറ്റിയാണ് ക്യാപിറ്റൽ ലെറ്റർ എമ്മും വിയും. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മൊമെൻറ്റം നോക്കിക്കഴിഞ്ഞാൽ തോക്ക് റെസ്റ്റിലാണല്ലോ, ബുള്ളറ്റ് മൂവ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് 0 ആയിരിക്കും. ഇനി ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ്ങിന് ശേഷമുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത് തോക്കിൻ്റെത് എം വിയും ബുള്ളറ്റിൻ്റെത് സ്മോൾ ലെറ്റർ എം വി ആയിരിക്കും. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഈസ് ഇക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് ആണ്. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ വിക്ക് ഒരു ഇക്വേഷൻ കിട്ടും, മൈനസ് സ്മോൾ ലെറ്റർ എം ബി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എം എന്നുള്ളത്. ഇവിടെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബുള്ളറ്റിൻ്റെ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗൺ മൂവ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ നെഗറ്റീവ് സൈൻ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 50 കിലോഗ്രാം ഭാരമുള്ള തോക്കിൽ നിന്നും 0.1 കിലോഗ്രാം ഭാരമുള്ള ഒരു ബുള്ളറ്റ് 100 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ പുറന്തള്ളുന്നു എങ്കിൽ പിൻവാങ്ങൽ പ്രവേഗം എത്രയായിരിക്കും? ക്യാപിറ്റൽ വി ഈസിക്കൽ ടു -mv/m എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിലേക്ക് ഗിവൺ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഡയറക്റ്റ് ആണ്. അതിൻ്റെ ആൻസർ നമുക്ക് -0.2 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അടുത്തത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ്. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്? ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻ്റ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ മൊമെൻ്റ വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും മൊമെൻറ്റം ഉണ്ടാവുന്നത്. അടുത്തതാണ് ആവേഗബലവും ബലത്തിൻ്റെ ആവേഗവും, അതായത് ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് ഇമ്പൾസ് ഓഫ് ഫോഴ്സ്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് നമ്മൾ ബോൾ അടിച്ച് തെറിപ്പിക്കുന്നത് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് കാല് കൊണ്ട് അടിക്കുന്നത്. ഇവിടുത്തെയൊക്കെ പ്രത്യേകത എന്താണ്? ഇവയെല്ലാം വലിയ ബലം വളരെ ചെറിയ സമയത്തേക്കാണ് നമ്മൾ പ്രയോഗിക്കുന്നത്, അല്ലേ? അപ്പം ഇങ്ങനെ വലിയ ബലം വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് അഥവാ ആവേഗ ബലം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലത്തിനെയാണ് നമ്മൾ ആവേഗബലം എന്ന് പറയുന്നത്. ഈ ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം. ഈ ബലത്തിൻ്റെയും സമയത്തിൻ്റെയും, അതായത് I=F×T എന്ന് പറയുന്നതാണ് ബലത്തിൻ്റെ ആവേഗം അഥവാ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. I=F×T. ബലം ഉണ്ടാക്കുന്ന ആവേഗം നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ടൈം ആണെന്ന്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നറിയാമല്ലോ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ നമുക്ക് m×v−u/t എന്ന് വരും. അതായത് mv−mu. ഇതെന്താണ് പറയുന്നത്? ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെൻ്റ വ്യത്യാസവും തുല്യമായിരിക്കും. ഇതാണ് ആവേഗ മൊമെൻ്റ തത്വം എന്ന് പറയുന്നത്. ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെൻ്റ വ്യത്യാസവും തുല്യമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ക്രിക്കറ്റ് കളിക്കാർ വേഗത്തിൽ വരുന്ന പന്ത് പിടിക്കുന്നതിനൊപ്പം കൈ പുറകോട്ട് ചലിപ്പിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ മൂവ് ചെയ്ത് വരുന്ന ബോളിന് മാസും വെലോസിറ്റി ഉണ്ടാവും. അത് ഡയറക്റ്റായിട്ട് പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈ വളരെ നോവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറയ്ക്കണം, മൊമെൻറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ പുറകിലേക്ക് മാറ്റുന്നത്. പെട്ടെന്ന് ബോഡി റെസ്റ്റിൽ വരുന്നതിന് പകരം കുറച്ച് സമയമെടുത്ത് അതിനെ റെസ്റ്റിലാക്കുമ്പോഴത്തേക്ക് ആഘാതം അത്രയും കുറയും. ഇനി ഫുട്ബോൾ കളിയിൽ ഗോൾ മുഖത്തേക്ക് വരുന്ന പന്ത് ഗോളി പിടിക്കുമ്പോൾ പന്തിനൊപ്പം കൈകൾ പുറകോട്ട് ചലിപ്പിക്കുന്നു. ഇവിടെയും മൊമെൻറ്റം കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. പോൾ വോൾട്ട് ഫിറ്റിൽ ഫോം ബെഡ് ഇടുന്നു. അപ്പോൾ പൂഴിമണ്ണോ അല്ലെങ്കിൽ ബെഡിലൊക്കെയാണ് നമ്മൾ ചെന്ന് മുട്ടുകുത്തി വീഴുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് നമ്മുടെ ബോഡി സ്റ്റോപ്പ് ചെയ്യുമല്ലോ, കുറച്ച് സമയം എടുക്കത്തില്ലേ. ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പാക്കറ്റുകളിൽ സ്പോഞ്ച് അല്ലെങ്കിൽ വൈക്കോൽ നിറയ്ക്കുന്നു. ഇവിടെയൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആഘാതം കൊണ്ട് ആ പ്ലേറ്റുകൾ പൊട്ടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പം നമ്മൾ കുറച്ച് സമയമെടുത്താണ് ആ മൂവ് ചെയ്യുന്ന ബോഡിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രയും ആഘാതം കുറയും. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കുക. F=ma എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, ബലം കണക്കാക്കാനുള്ള സമവാക്യമാണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 12 കിലോഗ്രാം മാസമുള്ള ഒരു വസ്തു 4 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടു കൂടി ചലിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബലം കണക്കാക്കുക. ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി F=ma എന്ന്. അപ്പോൾ നമുക്ക് 48 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഈ കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് എന്ത്, ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതായത് 48 ന്യൂട്ടൺ എന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, 20 കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിൽ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന ത്വരണം എത്ര? ഇവിടെ ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് F/m ചെയ്യാം. അപ്പോൾ നമുക്ക് 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ, ആക്സിലറേഷൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കുക. 1000 കിലോഗ്രാം മാസമുള്ള ഒരു വാഹനം 40 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. 5 സെക്കൻഡ് സമയത്തേക്ക് ബ്രേക്ക് പ്രയോഗിച്ചപ്പോൾ വാഹനം നിശ്ചലമായി എങ്കിൽ പ്രയോഗിച്ചു കൊണ്ടിരുന്ന ബലം എത്ര? ഇനിഷ്യൽ വെലോസിറ്റി ആണ് u തന്നിരിക്കുന്നത്, 90 km/h തന്നിരിക്കുന്നത്. നമുക്ക് മീറ്റർ/സെക്കൻഡിലാണ് വേണ്ടത്. അപ്പോൾ km/h മീറ്റർ/സെക്കൻഡ് ആക്കാനായിട്ട് നമുക്ക് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും, which is equal to 25 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അന്ത്യപ്രവേഗം v എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മാസ് m 1000 kg, അത് മാറുന്നില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. F=ma. എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ 1000 × 0 - 25/5 എന്ന് വരും, which is equal to -5000 ന്യൂട്ടൺ. അടുത്തതാണ് ബലവും പ്രതിബലവും, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം ആക്ഷനായും രണ്ടാമത്തെ വസ്തുവിൽ എതിർദിശയിൽ ഉളവാക്കുന്ന ബലം പ്രതിബലം അഥവാ റിയാക്ഷനായും പരിഗണിക്കാം. ഇവ ജോഡികളായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബലമുണ്ടെങ്കിൽ പ്രതിബലവും ഉണ്ടായിരിക്കും. ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലം ഉണ്ടായിരിക്കും. ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ 3ാം ചലന നിയമം എന്ന് പറയുന്നത്. For every action there is an equal and opposite reaction. ന്യൂട്ടന്റെ 3rd ലോയ്ക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. തോണി തുഴയുമ്പോൾ ജലത്തെ പുറകോട്ട് തള്ളുന്നു, പക്ഷെ തോണി മുന്നോട്ട് പോകുന്നു. അവിടെ ആക്ഷൻ ചെയ്യുന്നത് വാട്ടറിലാണ്. ഓക്കെ, ജലത്തെ പുറകോട്ട് തള്ളുന്നതിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ് തോണി മുന്നോട്ട് പോകുന്നത്. അതുപോലെ റോക്കറ്റ് ലോഞ്ചിങ് സമയത്ത് റോക്കറ്റിൻ്റെ ജ്വലന അറയിൽ ഇന്ധനം ചലിച്ചുണ്ടാകുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള വാതകങ്ങൾ ഉന്നത വേഗത്തിൽ ഒരു ദിശയിൽ പോകുന്നു, പക്ഷെ റോക്കറ്റ് എതിർ ദിശയിൽ കുതിച്ചു. അപ്പോൾ ജ്വലിച്ചുകൊണ്ട് ഇന്ധനം താഴേക്കൊരു ഫോഴ്സ് കൊടുക്കുന്നു, അതിൻ്റെ റിയാക്ഷനായിട്ടാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഇനി കരയ്ക്കടുത്തുള്ള തോണിയിൽ നിന്നും ഒരാൾ കരയിലോട്ട് ചാടുമ്പോൾ തോണി പുറകോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ തോണിയിലേക്കാണ് ബലം കൊടുക്കുന്നത്, ആക്ഷൻ ചെയ്യുന്നത്. അതിൻ്റെ റിയാക്ഷൻ്റെ ഫലമായിട്ട് അയാൾ മുന്നിലേക്ക് പോകുന്നു. അപ്പോൾ ചലന നിയമങ്ങൾ എന്ന ഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്